മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ് 12 കെമിസ്ട്രിയുടെ റിവിഷൻ സീരീസ് ആരംഭിച്ചിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനകത്തുള്ള ആദ്യത്തെ കോൺസെപ്റ്റുകൾ റോൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫുകൾ, എക്സാമ്പിളുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുമായിട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വീഡിയോ ഇത് കൂടുതലും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഒന്നാമത്തെ ചോദ്യം, എ ഗ്ലൂക്കോസ് ഓഫ് മോളിക്കുലർ മാസ് 180 grams per mole in water has a boiling point of 100.20 degrees Celsius. Calculate the freezing point of the same solution. Molar constant of water Kf and Kb are 1.86 kelvins kilograms per mole and 0.512 Kelvin kilograms per mole respectively. നമുക്ക് അതായത് മോളൽ എലിവേഷൻ കോൺസ്റ്റന്റും മോളൽ ഡിപ്രഷൻ കോൺസ്റ്റന്റും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് രണ്ട് വാല്യൂസ് നമുക്ക് തന്നിരിക്കുമ്പോൾ ആ വാല്യൂസ് യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഇതിനകത്തു നിന്നുള്ള ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സെയിം സൊല്യൂഷൻ, ആ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ്? നമുക്ക് കെ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. കെ എഫ് എന്ന് പറയുന്നത് 1.86 ആണ്. കെ ബി എന്ന് പറയുന്നത് 0.512 തന്നിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, അതായത് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ആകുമ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സൊല്യൂട്ട്, therefore M2 എന്ന് പറയുന്നത് 180. ദെൻ എന്താണ് ബോയിലിംഗ് പോയിന്റ് 100.20 degrees Celsius. അപ്പൊ എന്താ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ടി ബി ആണ് എന്ത് തന്നിരിക്കുന്നത്? 100.20 degrees Celsius എന്ന് പറഞ്ഞു. 100.20 degrees Celsius എന്ന് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം 1 atmosphere അതിന്റെ ബോയിലിംഗ് പോയിന്റ് T0B എന്ന് പറയുന്നത് 100 degrees Celsius ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കെ എഫ് വെച്ചിട്ട് നമുക്ക് ഒരു കാര്യത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ കെ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്താ പറയും? വി നോ ദാറ്റ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. അതായത് ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് കെ ബി ഇൻറ്റു മൊളാലിറ്റി ആണ്. ഇതെന്ന് പറയുന്നത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ ടി ബി അപ്പോൺ കെ ബി എന്ന് എഴുതാം. ഇപ്പൊ T0B 100 ആണ്. ടി ബി എന്ന് പറയുന്നത് 100.2 degrees Celsius ആണെങ്കിൽ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ടി ബി മൈനസ് T0B ആയിരിക്കും. അതായത് 100.2 മൈനസ് 100 that is equal to 0.2 degrees Celsius. 0.2 degrees Celsius ഇത് ചേഞ്ച് ആണ് എന്ത്? 0.2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കെൽവിനിൽ എടുത്താലും ചേഞ്ച് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 0.2 കെൽവിൻ തന്നെ ആയിരിക്കും. ചേഞ്ച് അത് 0.2 കെൽവിൻ തന്നെ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്താം? 0.2 ഡിവൈഡ് ബൈ കെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.512 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. നമ്മുടെ കയ്യിൽ എമ്മിന്റെ വാല്യൂ ഉണ്ട്, എന്താണ് ലൈക്ക് കെ എഫിന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം? കെ എഫിന് പകരം എന്തെഴുതാം? 1.86. മൊളാലിറ്റിക്ക് പകരം 0.2 ഡിവൈഡ് ബൈ 0.512 എന്ന് എഴുതാം. അപ്പൊ എന്ത് കിട്ടി? 1.86 ഇൻറ്റു 0.2 ഡിവൈഡ് ബൈ 0.512 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.72 എന്ന് കിട്ടി. അപ്പൊ എന്താണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.72 ആണ്. 0.72 ആണ്. അപ്പൊ ഈ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം T0F ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അറ്റ് 1 atmospheric pressure എന്ന് പറയുന്നത് 0 degrees Celsius ആണ്. അപ്പൊ കുറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0.72 ആണ് കുറഞ്ഞിരിക്കുന്നത്. therefore TF ഈസ് ഈക്വൽ ടു T0F മൈനസ് ഡെൽറ്റ TF. അപ്പൊ T0Fന്റെ വാല്യൂ 0 മൈനസ് 0.72 that is equal to മൈനസ് 0.72 degrees Celsius. അപ്പൊ ഈ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയായിരിക്കും? മൈനസ് 0.72 degrees Celsius ആയിരിക്കും. അടുത്ത ചോദ്യം, അറ്റ് 25 degrees Celsius സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഈസ് 24 millimeters of mercury. ഫൈൻഡ് ദ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഓഫ് 5% aqueous solution of urea അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് 5% aqueous solution of urea. 5% aqueous solution of urea. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ 100 gram സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് 5 gram യൂറിയയും അതുപോലെ 95 gram വാട്ടറും ഉണ്ടാവും. 5 gram യൂറിയയും 95 gram എത്രയാണ്? 95 gram വാട്ടറും ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് യൂറിയയുടെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. therefore M2 is equal to 60.
നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 grams per mole ആണ്. സോ നമുക്കിവിടെ അറിയാവുന്നത്, ഇവിടെ നമുക്ക് വേപ്പർ പ്രഷറിനകത്തുണ്ടാകുന്ന വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ P1 upon P1 naught, that is relative lowering of vapor pressure, that is equal to X2. X2 is nothing but called mole fraction of the solute. എങ്ങനെയാണ് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി ഇവിടെ നമുക്കറിയാം N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് N2നേക്കാൾ വളരെ വലുതായതുകൊണ്ട് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഇതിനെ N2 upon N1 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് N2 upon N1. അപ്പൊ നമ്മൾ എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. Therefore N2 is equal to mass of the solute, weight of the solute divided by molar mass of the solute. That is weight of the solute എത്രയാണ്? 5 gram, 5 upon 60 എന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറിന്റെ വെയിറ്റ് എത്രയാണ്? 95 gram, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18. 5/60 സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 0.08 കിട്ടും. 95/18 സിംപ്ലിഫൈ ചെയ്താൽ 5.3 മോൾസ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ P1 എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ P1 is equal to P1 naught minus P1, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. P1 naught അതായത് സാച്ചുറേറ്റഡ്, അതായത് ഈ പറയപ്പെടുന്ന ഫൈൻഡ് ദ സാച്ചുറേറ്റഡ് 25 degrees Celsius സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഈസ് 24 mmHg. അതായത് വെള്ളത്തിന്റെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് P1 naught ആണ് തന്നിരിക്കുന്നത്. സോൾവെന്റ് വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 24. അതിലുണ്ടായ ലോവറിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? 24 മൈനസ് P1 naught മൈനസ് P1 എന്ന് പറയുമ്പോൾ 24 മൈനസ് P1 ഡിവൈഡഡ് ബൈ 24 ഈക്വൽ ടു N2ന്റെ വാല്യൂ എത്രയാ? N2ന്റെ വാല്യൂ 0.08, N1ന്റെ വാല്യൂ 5.3. N2ന്റെ വാല്യൂ 5.3. 0.08നെ 5.3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.015 കിട്ടും. 0.015 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24 മൈനസ് P1 ഈക്വൽ ടു 24 into 0.015 എന്ന് വരും. സോ 24 into 0.015 എന്ന് പറയുന്നത് 0.36 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ P1 is equal to 24 minus 0.36. 24 minus 0.36 equal to 23.64 mm of Hg. നമുക്ക് ഇവിടെ എന്താ തന്നിരുന്നത്? നമുക്ക് വാട്ടറിന്റെ വേപ്പർ പ്രഷർ തന്നിട്ടിരുന്നു, P1 naught തന്നിരുന്നു. അതുപോലെ നമ്മുടെ എന്താണ് ഇത്, നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിരുന്നു. നമുക്ക് മാസ് ഓഫ് ദി സൊല്യൂട്ടും മാസ് ഓഫ് ദി സോൾവെന്റും കണ്ടുപിടിക്കാം. എങ്ങനെ? 5% ഓഫ് ദ യൂറിയ സൊല്യൂഷനിൽ നിന്ന് അത് യൂസ് ചെയ്തിട്ട് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ P1 upon P1 naught equal to X2. X2 എന്ന് പറയുന്ന N2 upon N1. N2 എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. N1 എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ്. അവിടെ നിന്ന് N2 N1 കണ്ടുപിടിച്ചു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ P1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഫൈൻഡ് ദ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. P1 കണ്ടുപിടിച്ചു 23.64 എന്ന് പറയുന്ന മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ്. നമ്മളിപ്പോൾ ഹെൻറീസ് കോൺസ്റ്റന്റ് എടുക്കുമ്പോൾ വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്നുള്ളത് പറഞ്ഞിരിക്കും. അപ്പൊ എന്താണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? ഹെൻറീസ് കോൺസ്റ്റന്റ് ലോ പറയുന്നത് സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, solubility of gas in liquid is directly proportional to the pressure of the gas, above the liquid. So അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സോ പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്ന P ആണെങ്കിൽ P is directly proportional to എത്രത്തോളം ഡിസോൾവ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ. സോ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ directly proportional to X. That means P is equal to KH into X. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ പ്രഷറിനകത്ത് KH into X എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. KH into X എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ കൂടിയാൽ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടും. ഒരു പർട്ടിക്കുലർ പ്രഷറിൽ KH into X എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ KH കൂടുന്നുവെങ്കിൽ സോലുബിലിറ്റി കുറയും. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം, ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടും, അപ്പോൾ സോലുബിലിറ്റി കുറയും. അപ്പോൾ ദ വാല്യൂ ഓഫ് ഹെൻറീസ് കോൺസ്റ്റന്റ് KH എന്ന് പറയുന്നത് ഗ്രേറ്റർ ഫോർ ദ ഗ്യാസസ് വിത്ത് ഹയർ സോലുബിലിറ്റി. നോ, KH കൂടിയാൽ solubility കുറയുന്നു. അപ്പൊ they are inversely related. So greater for all gases with a lower solubility,
കോൺസ്റ്റന്റ് ഫോർ ഓൾ ഗ്യാസസ് നോട്ട് റിലേറ്റഡ് ടു സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഗ്രേറ്റർ ഫോർ ഗ്യാസസ് വിത്ത് സോലിബിലിറ്റി. അതായത് KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. KH കൂടിയാൽ സോലിബിലിറ്റി കുറയും. അടുത്ത ചോദ്യം, റൈറ്റ് ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ എന്താണെന്ന് അറിയണം. ഇക്വേഷൻ രണ്ട് ആപ്ലിക്കേഷൻ. ഹെൻറീസ് ലോ വെച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സ്പ്രൈറ്റോ സോഡയോ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, വി ആർ അപ്ലൈയിങ് ദ കാർബൺ ഡയോക്സൈഡ് എബവ് ദ ലിക്വിഡ് സൊല്യൂഷൻ ബൈ അപ്ലൈയിങ് എ ഹ്യൂജ് പ്രഷർ. അതായത് വളരെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ഡിസോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സീൽഡ് ബോട്ടിൽ വെക്കുന്നത്. ആ ബോട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ആ ക്രിയേറ്റ് ചെയ്ത പ്രഷർ കുറയും. അതുകൊണ്ടാണ് ഫിസ് സൗണ്ടോട് കൂടി ആ ഗ്യാസ് വെളിയിലേക്ക് വരുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ. പ്രിപ്പറേഷൻ ഓഫ് സോഡയാണ് ഹെൻറീസ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സിന്റെ കാര്യം എടുത്താൽ, സ്ക്യൂബ ഡൈവേഴ്സ് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുന്നതനുസരിച്ച് ബ്ലഡിനകത്തുള്ള ഗ്യാസിന്റെ ഡെസൊല്യൂഷൻ സോലിബിലിറ്റി കൂടും, കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ആവും. ഇത് നേരെ തിരിച്ച് മുകളിലേക്ക് വരുമ്പോൾ, സ്ക്യൂബ ഡൈവേഴ്സ് ഡൈവിംഗ് കഴിഞ്ഞ് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ പ്രഷർ കുറവാണ്. പ്രഷർ കുറവായി കഴിയുമ്പോൾ എന്താ, ഈ പറയപ്പെടുന്ന അബ്സോർബ് ചെയ്ത ഗ്യാസുകൾ റിലീസ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് വെസൽസിൽ ഒരു ചെറിയ എൻലാർജ്മെന്റ് പോലെ ജനറേറ്റ് ചെയ്യും. അതിനെയാണ് ബെൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ബെൻഡ്. സോ ഈ ബെൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ, ആ സോലിബിലിറ്റി, അതായത് താഴോട്ട് പോകുമ്പോൾ സോലിബിലിറ്റി കൂടുന്നു, ആ ഡിസോൾവ് ആയതെല്ലാം വെളിയിലോട്ട് വരുമ്പോൾ വെളിയിലേക്ക് വരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് ബെൻഡ് എന്ന് പറയുന്നത്. ഈ ബെൻഡ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന സ്ക്യൂബ ഡൈവേഴ്സ് കൊണ്ടുപോകുന്ന സിലിണ്ടറിനകത്ത് ഈ ഉപയോഗിക്കുന്ന സോലിബിലിറ്റി ഉണ്ട്. അതുപോലെ ഗ്യാസ് മിക്സർ ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഹീലിയം എന്ന് പറയുന്നത് 11.7%, നൈട്രജൻ എന്ന് പറയുന്നത് 56.2%, ഓക്സിജൻ 32.1%ലായിരിക്കും അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് 100 ml ഉണ്ടെങ്കിൽ ഈ 3 ഗ്യാസുകൾ ഈ ഒരു റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അനോക്സിയ. അനോക്സിയ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ ഹിൽ ക്ലൈംബിനൊക്കെ പോകുന്ന ആളുകളെ മൗണ്ടനേഴ്സിനെയൊക്കെ സംബന്ധിച്ച് മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയും. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഗ്യാസിന്റെ സോലിബിലിറ്റി കുറയും. ഇപ്പൊ ഗ്യാസിന്റെ സോലിബിലിറ്റി കുറയുമ്പോൾ ബ്ലഡിനകത്തുള്ള ഓക്സിജന്റെ അളവ് കുറയും. അപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ബ്രീത്തിങ്, ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ബോഡി ആക്ടിവിറ്റീസ്, മെറ്റബോളിക് ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. ഇതൊക്കെയാണ് നമുക്ക് ഹെൻറീസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദി സോഡ ലൈം ആണ്. സ്റ്റേറ്റ് ഹെൻറി ലോ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വൈ അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ഇൻ കമ്പയർ ടു വാം വാട്ടർ. നമ്മൾ കോൾഡ് വാട്ടറും വാം വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് വാട്ടറിൽ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കുറയുമ്പോൾ KH കുറയും. KH കുറയുമ്പോൾ സോലിബിലിറ്റി കൂടും. അതായത് ഈ പറയപ്പെടുന്ന വാട്ടറിനകത്തുള്ള ഓക്സിജന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ചിട്ട് കൂടും. ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ചിട്ട് കൂടും. അതുകൊണ്ടാണ് വാം വാട്ടറും കോൾഡ് വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് KH കുറയുകയും ഗ്യാസിന്റെ സോലിബിലിറ്റി, ഓക്സിജന്റെ സോലിബിലിറ്റി കൂടുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അക്വാട്ടിക് സ്പീഷീസ് കൂടുതൽ കംഫർട്ടബിൾ ആകും. അടുത്ത ചോദ്യം, സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ. അതായത് ഏത് ഫാക്ടർ കൂടുമ്പോഴാണ് സോലിബിലിറ്റി കുറയുന്നത്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുന്നു. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു. അപ്പൊ സോലിബിലിറ്റിയും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോലിബിലിറ്റിയും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോലിബിലിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മളിവ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് കൂടും. അസർഷൻ തെറ്റാണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ KH കൂടുന്നു. KH കൂടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH കൂടുന്നു. KH കൂടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു. അപ്പം അസർഷൻ തെറ്റാണ്, റീസണിങ് കറക്റ്റ് ആണ്. സോ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന്. അസർഷൻ കറക്റ്റ് ആണ്, റീസണിങ്. നെക്സ്റ്റ് വൺ, an aqueous solution of sodium hydroxide. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു aqueous solution എടുക്കുന്നു. Was made the molar mass measurement of the osmotic pressure at 27 degrees Celsius. 27 degrees Celsius is found to be 25 grams per mole. അതായത് അവർ ഒബ്സർവ് ചെയ്ത ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. സോ ഓസ്മോട്ടിക് പ്രഷർ ഒബ്സർവ് ചെയ്ത ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 25 ആണ്. സോറി,
ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അതായത് ഓസ്മോട്ടിക് മെഷർമെന്റ് ഓഫ് ഫോർ എക്സാമ്പിൾ മോളാർ മാസ് ഫ്രം ഇറ്റ്സ് മെഷർമെന്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തുകൊണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത മോളാർ മാസ് എന്ന് പറയുന്നത് 25 grams per mole ആണ്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാം, കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 25 grams per mole ആണ്. ഓക്കെ, കാൽക്കുലേറ്റഡ് മോളാർ മാസ് 25 grams per mole ആണ്. നമുക്കറിയാം ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്താൽ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ആക്ച്വൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഒരു തെറ്റ് വന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ കാണാം. An aqueous solution of sodium hydroxide was made. Its molar mass from the measurement of osmotic pressure at 27 degrees Celsius was found to be 25 grams per mole. അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളാർ മാസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് 25 grams per mole ആണ്. അതായത് അവര് ഒബ്സർവ് ചെയ്ത മോളാർ മാസ് എന്ന് പറയുന്നത് 25 grams per mole ആണെന്ന് അർത്ഥം. അതേപോലെ എന്ത് ചെയ്തു അവരാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളാർ മാസ് വേണേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയത്തിന് 23, ഓക്സിജന്റെ 16, 23 + 16 39, 1 40. അപ്പൊ കാൽക്കുലേറ്റഡ് മോളാർ മാസ് എന്ന് പറയുന്നത് 40 grams per mole ആണ്. അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി പെർസെന്റേജ് ഡിസോസിയേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ നമ്മൾ നോക്കി അവർ കാൽക്കുലേറ്റ് ചെയ്ത മോളാർ മാസും ഒബ്സർവ്ഡ് മോളാർ മാസും രണ്ടും രണ്ടാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്കറിയാം വി ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ഫാക്ടർ ദാറ്റ് ഈസ് കോൾഡ് വൺ ഹോഫ് ഫാക്ടർ. One Hopf factor. One Hopf factor is called a calculated molar mass upon observed molar mass. Calculated molar mass divided by observed molar mass ആണ് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത്. That is equal to 40 upon 25. That is equal to 1.6. 40 upon 25. That is equal to 1.6. See, ഇവിടെ പറയുന്ന ഡിസോസിയേഷൻ ആണ്. ഡിസോസിയേഷനും അസോസിയേഷനും സംഭവിക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും വൺ ഹോഫ് ഫാക്ടറും തമ്മിലൊരു ബന്ധമുണ്ട്. സോ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ് അനുസരിച്ച് മാറും. ബട്ട് ഒരു ജനറൽ സിറ്റുവേഷനിൽ നമ്മളതൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഡിസോസിയേഷൻ നടക്കുമ്പോൾ വൺ ഹോഫ് ഫാക്ടറുമായിട്ടുള്ള ബന്ധം I ഈസ് ഈക്വൽ ടു 1 + ആൽഫയാണ്. സോ ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് വൺ ഹോഫ് ഫാക്ടറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനുമായുള്ള ബന്ധം I ഈസ് ഈക്വൽ ടു 1 + ആൽഫ. അസോസിയേഷൻ നടക്കുമ്പോൾ വൺ ഹോഫ് ഫാക്ടറും ഡിഗ്രി ഓഫ് അസോസിയേഷനുമായുള്ള ബന്ധം I ഈസ് ഈക്വൽ ടു 1 - α/2 ആണ്. ഇവിടെ ഡിസോസിയേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, I ഈസ് ഈക്വൽ ടു 1 + ആൽഫ. ഐയുടെ വാല്യൂ എത്രയാ? 1.6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + ആൽഫ. Therefore ആൽഫ ഈക്വൽ ടു 1 ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഡിസോസിയേഷൻ ആണ്. അപ്പൊ ഡിസോസിയേഷൻ ആയതുകൊണ്ട് 1 + ആൽഫ. സോ I ഈസ് ഈക്വൽ ടു 1 + ആൽഫ എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണ് എങ്കിൽ I ഈസ് ഈക്വൽ ടു 1 + ആൽഫ. അങ്ങനെയാണ് എങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 1.6 - 1. 1.6 - 1 ഈക്വൽ ടു 0.6. സോ ആൽഫ എന്ന് പറഞ്ഞ 0.6. ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റാൻ 0.6 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 60%. അങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 60% ആയിരിക്കും. അടുത്ത ചോദ്യം, ഹൗ ഡസ് സ്പ്രിംഗ്ലിംഗ് ഓഫ് സോൾട്ട് ഹെൽപ്പ് ഇൻ ക്ലീനിങ് സ്നോ കവേർഡ് ഇൻ ഹില്ലി ഏരിയസ്? അതായത് ഒരു ഹില്ലി ഏരിയയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹില്ലി ഏരിയക്കകത്ത് സോൾട്ട് സ്പ്രിംഗിൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സ്നോ എന്തുകൊണ്ടാണ് മെൽറ്റ് ആവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ എന്താ ഒരു സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. സോൾട്ട് നത്തിങ് ബട്ട് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുന്നു. വേപ്പർ പ്രഷർ കുറയുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ കുറയുമ്പോൾ ദർ ഈസ് എ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് ദ ഫ്രീസിംഗ് പോയിന്റ്. സോ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പൊ എന്താണ്? സ്നോ എന്ന് പറയുന്ന ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ കുറയും. അപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും? ഈ സ്നോ മെൽറ്റ് ആവും. കറക്റ്റാ? അതായത് സൊല്യൂട്ട് ആഡ് ചെയ്തു, വേപ്പർ പ്രഷർ കുറഞ്ഞു, അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഫ്രീസ് ചെയ്തുകൊണ്ടിരുന്ന 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇത് ഫ്രീസ് ചെയ്യുന്ന 1 ഡിഗ്രി സെൽഷ്യസിലാവും. അപ്പൊ എന്ത് സംഭവിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എങ്കിൽ ഈ സ്നോ മെൽറ്റ് ആവും. ഇപ്പൊ ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് whenever we are adding the salt, the relative vapor pressure decreases. As a result, the freezing point of that particular snow decreases. As a result, snow will get melted. Clear? Next one, what happens when red blood cells are kept in 0.5% sodium chloride solution? 0.5% sodium chloride solution നമ്മൾ വെക്കുന്നു. നമ്മൾ ഇപ്പൊ ബേസിക്കലി നമ്മൾ ബ്ലഡ് എടുത്താൽ ബ്ലഡ് സെല്ലിനകത്തുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ബ്ലഡ് എന്ന് പറയുന്നത്.
ഇത് നമ്മുടെ അടുത്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന 0.5% ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് വെച്ചിരിക്കുന്നത്. 0.5% സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഈ 0.5% എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവും സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുമാണ്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവും സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലുമാണ്. ഇവിടെ നമ്മൾ 0.9% എടുക്കുമ്പോൾ എന്താ? അവിടെ സൊല്യൂട്ട് കൂടുതലും സോൾവെന്റ് കുറവുമാണ്. നമുക്കറിയാം ഓസ്മോസിസ് അനുസരിച്ചിട്ട് എവിടെയാണോ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അവിടെ നിന്ന് സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറവുള്ളതിലേക്ക് സോൾവെന്റ് മൂവ് ചെയ്യും. അപ്പൊ ഈ 0.5% സോഡിയം ക്ലോറൈഡ് സോൾവെന്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 0.5% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ നിന്ന് വെള്ളം 0.9% ഉള്ള സെല്ലിലേക്ക് പ്രവേശിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയപ്പെടുന്ന റെഡ് ബ്ലഡ് സെൽസിന് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ വാട്ടർ അക്യുമുലേറ്റ് ചെയ്യും, വലുതാകും. ക്ലിയർ? അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്ന സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഇവിടെ സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറവുമാണ്. അതുകൊണ്ട് സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് ഈ പറയപ്പെടുന്ന റെഡ് ബ്ലഡ് സെൽസിലേക്ക് ഓസ്മോസിസ് മൂലം മൂവ് ചെയ്യപ്പെടും. സോ ദർ ഈസ് എ ഫ്ലോ ഓഫ് സോൾവെന്റ് ഫ്രം ഓർ ദ ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം 0.5% sodium chloride to 0.9% sodium chloride blood cell solution due to osmosis. Write the application of reverse osmosis. Reverse osmosis എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സലൈൻ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ സലൈൻ വാട്ടറിൽ നിന്ന് അതായത് സീ വാട്ടറിൽ നിന്ന് വെള്ളത്തെ ഡ്രിങ്കിങ് വാട്ടറിനെ പ്യൂരിഫൈ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കേസിനകത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നോർമൽ കേസിനകത്ത് സീ വാട്ടറിനകത്ത് സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ നോർമലി എന്താ? നോർമൽ വാട്ടറിൽ നിന്ന് സീ വാട്ടറിലേക്ക് സോൾവെന്റ് ഫ്ലോ നടക്കും. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ആ പറയപ്പെടുന്ന ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് നടത്തും. അതായത് വാട്ടർ എന്ത് സംഭവിക്കും? വാട്ടർ സീയിൽ നിന്ന് പ്യുവർ വാട്ടറിലേക്ക് ഫ്ലോ ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് കിട്ടുകയും ചെയ്യും. Clear? So this is the write an application of reverse osmosis in the water purification, the purification of water in order to collect drinking water from the sea water. The freezing point of 1 molar KCl solution, assuming to be completely dissociated in water is, നമ്മൾ KCl solution എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് സംഭവിക്കും K++Cl- ആവും. അപ്പൊ എന്താ സംഭവിച്ചത്? KCl എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് 2 മോളിക്യൂൾ ഫോം ചെയ്യും. അപ്പൊ അവിടെ എന്ത് സിഗ്നിഫിക്കൻസ് ഉണ്ട്? വൺ ഹോഫ് ഫാക്ടർ. വൺ ഹോഫ് ഫാക്ടർ എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ വൺ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫ്രീസിംഗ് പോയിന്റിന്റെ കാര്യം. നമുക്കറിയാം ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു I × KF × M. മൊളാലിറ്റി തന്നിട്ടുണ്ട് 1 മോളാർ സൊല്യൂഷൻ ആണെന്ന്. KF തന്നിട്ടുണ്ട്, I അറിയാം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × KF ഈസ് 1.86, മൊളാലിറ്റി 1. 1.86 × 2 എന്ന് പറയുമ്പോൾ 3.72 എന്ന് കിട്ടി. സോ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് 3.72 ആണ്. എന്ത് സൊല്യൂഷനാ? വാട്ടർ സൊല്യൂഷൻ. നമുക്കറിയാം T0F എന്ന് പറയുന്നത് എത്രയാ? 30F എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമുക്ക് TF എങ്ങനെ കണ്ടുപിടിക്കാം? TF ഈസ് ഈക്വൽ ടു T0F മൈനസ് ഡെൽറ്റ TF. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പൊ 0 മൈനസ് 3.72, സോ മൈനസ് 3.72 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഹാവ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഇൻ വാട്ടർ? സി, നമുക്കറിയാം പാർട്ടിക്കിളിന്റെ എണ്ണം കൂടിയാൽ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടിയാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിക്കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് കുറയും. അപ്പൊ എന്താണ്? എവിടെയാണോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നത്, അല്ല എവിടെയാണോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുന്നത്, അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഇവിടെ നമ്മൾ KCl സൊല്യൂഷൻ എടുത്താൽ KCl ഡിസോസിയേറ്റ് ചെയ്താൽ K+ഉം Cl- ഉം 2 പാർട്ടിക്കിൾ. ഗ്ലൂക്കോസ് ഡിസോസിയേറ്റ് ആവില്ല, 1 പാർട്ടിക്കിൾ. യൂറിയ ഡിസോസിയേറ്റ് ആവില്ല, 1 പാർട്ടിക്കിൾ. കാൽസ്യം ഡിസോസിയേറ്റ് ആയാൽ കാൽസ്യം 2++ 2 Cl- ആവും. 2+1 3 പാർട്ടിക്കിൾ. പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുതൽ എവിടെയാ? കാൽസ്യം ക്ലോറൈഡ്. പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടി. സോ ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത് 1% കാൽസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലിക്വിഡ് X and Y ഫോം ഐഡിയൽ സൊല്യൂഷൻ. ദ വേപ്പർ പ്രഷർ ഓഫ് pure X and pure Y are 120 mm of Hg and 160 mm of Hg respectively.
കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഈക്വൽ മോൾസ് ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്ക് എക്സ് ഉണ്ട്, എക്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇരുന്നപ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ, അതായത് പി നോട്ട് ഓഫ് എക്സ്. സോ ഇത് നമ്മൾ എവിടെയാണ് വരുന്നത്? റോൾസ് ലോ കണക്ട് ചെയ്ത് നമ്മൾ വരുന്ന കോൺസെപ്റ്റ് ആണ്. പി നോട്ട് ഓഫ് എക്സ്, അതായത് ഈ പറയപ്പെടുന്ന പ്യുവർ എക്സിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 120, പി നോട്ട് ഓഫ് വൈ എന്ന് പറയുന്നത് 160 mm ഓഫ് എച്ച് ജി ആണ്. രണ്ടുകൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേപ്പർ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം. പി ടോട്ടൽ, വി നോ ദാറ്റ് റോൾസ് ലോ അനുസരിച്ച് അല്ലെ ഡാൾട്ടൺസ് ലോ അനുസരിച്ച് പി ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2. ഇവിടെ പി എക്സ് ആയതുകൊണ്ട് പി എക്സ് പ്ലസ് പി വൈ. എന്താണ് പി എക്സ്? പി എക്സ് ഈസ് ഈക്വൽ ടു പി നോട്ട് എക്സ് ഇൻറ്റു എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര മോൾസ് ഉണ്ട്, എത്ര മോൾ, ഹൗ മെനി നമ്പർ ഓഫ് മോൾസ് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്, രണ്ടും ഈക്വൽ മോൾസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ എക്സിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എക്സ് ഒരു മോൾ ഉണ്ടെങ്കിൽ വൈയും അത്ര തന്നെയുണ്ട്. സോ ടോട്ടൽ മോൾ 2. സോ എക്സിന്റെ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2. ഒന്നുകൂടെ പറയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1, നമ്പർ ഓഫ് മോൾസ് ഓഫ് വൈ എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൈ. അപ്പോൾ 1/2 എന്ന് കിട്ടും. അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടി? 1/2 തന്നെ കിട്ടി. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യാം? പി എക്സ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് എക്സ് ഈസ് ഈക്വൽ ടു പ്യുവർ എക്സിന്റെ പാർഷ്യൽ പ്രഷർ, വേപ്പർ പ്രഷർ, ദാറ്റ് ഈസ് 120 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ 112. So that is equal to 60 mm of Hg. Similarly, Py is equal to P naught of y into y. That is P naught of y എന്ന് പറയുന്ന 160 into 1/2 എന്ന് പറയുമ്പം 80 mm of Hg എന്ന് കിട്ടി. So P total equal to Px plus Py, that is 60 plus 80, that is equal to 140 mm of Hg. അപ്പോൾ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് 140 mm of Hg ആയിരിക്കും. അതായത് രണ്ടും ഈക്വൽ മോൾസ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് കമ്പോണന്റെയും മോൾ ഫ്രാക്ഷൻ 1/2 വന്നു. പ്യൂറിനെ മോൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ ആ കമ്പോണന്റ് വേപ്പർ പ്രഷർ കിട്ടും. അത് രണ്ടുകൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടൽ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഡാൾട്ടൺസ് ലോ. ഇതെന്താണ്? ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റോൾസ് ലോ. ഇവിടെ റോൾസ് ലോ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ഡാൾട്ടൺ ലോ ഉപയോഗിച്ചു. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ വെൻ 6 gram of magnesium sulfate was dissolved in 200 gram of water. അപ്പോൾ ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറഞ്ഞ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. സൊല്യൂട്ടിന്റെ വെയിറ്റ് W1 equal to 6, W2 equal to 6, then molar mass of the solute M2 equal to 120, weight of the solvent, that is W1 equal to 200. നമുക്കറിയാം മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 gram. ഇറ്റ് ഈസ് അണ്ടർഗോയിങ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ. So what we can say? Magnesium sulfate ഡിസോസിയേറ്റ് ചെയ്താൽ magnesium 2++ SO4 2- ആവും. അതായത് നമുക്ക് രണ്ട് പാർട്ടിക്കിൾ ഫോം ചെയ്യപ്പെടും. വൺ ഹോ ഫാക്ടർ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ 2/1 equal to 2. അതായത് വൺ ഹോ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. സോ വൺ ഹോ ഫാക്ടർ എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വൺ ഹോ ഫാക്ടർ 1 ബാക്കിയെല്ലാം കിട്ടി. ഇവിടെ നമുക്ക് എന്താ കെ ബി തന്നിട്ടുണ്ട്. കെ ബി ഈസ് ഈക്വൽ ടു 0.52 തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ദ സൊല്യൂട്ട് W2 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് M2 ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാം. സോൾവെന്റിന്റെ മാസ് എത്രയാ? സോൾവെന്റിന്റെ മാസ് എന്ന് പറയുന്നത് W1 കിലോഗ്രാം ഡിവൈഡ് ബൈ 1000. അപ്പൊ മുകളിലേക്ക് 1000 ആവുന്നു. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? I ഇൻറ്റു കെ ബി ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഐയുടെ വാല്യൂ 2, കെ എഫിന്റെ വാല്യൂ 0.52. ദെൻ ഇവിടെ വെയിറ്റ് എത്രയാ? W2 എന്ന് പറയുന്നത് 200 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 വാല്യൂ. M2 എന്ന് പറയുന്ന 120. ദെൻ W1 എന്ന് പറയുന്നത് W2 എന്ന് പറയുന്നത് 6 ആണ്. W2 എന്ന് പറയുന്നത് 6 ആണ്. ഇതെന്ന് പറയുന്നത് 200 വരും. സോ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തത്? 2 ഇൻറ്റു 0.52 ഇൻറ്റു 6 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 200. അപ്പൊ എന്താ നമ്മൾ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 0.26. എലവേഷൻ ബോയിലിംഗ് പോയിന്റ് 0.26 എന്ന് കിട്ടി. Therefore, TB is equal to
T0B അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ പ്ലസ് ഡെൽറ്റ ടി ബി എന്ന് വരും. Therefore, T0B എന്ന് പറയുന്നത് 100 പ്ലസ് 0.6 that is equal to 100.26 ഡിഗ്രി സെൽഷ്യസ്. അല്ല, ഇത് നമ്മൾ കെൽവിനിലേക്ക് മാറ്റുവാണെങ്കിൽ, കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി, 273.15 കൊണ്ട് ആഡ് ചെയ്യുക. സോ നമ്മുടെ കയ്യിൽ 100.26 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതിന്റെ കൂടത്തിൽ 273.15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 373.41 കെൽവിൻ എന്ന് കിട്ടും. അതായിരിക്കും എന്ത് ആ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 0.3 gram of acetic acid of molar mass 60 grams per mole dissolved in 30 gram of benzene show a depression in freezing point equal to 0.45. അപ്പോൾ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്ന 0.45 തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡ് ആണ് ഡിസോൾവ് ചെയ്യുന്ന, അസറ്റിക് ആസിഡ് ആണ് സൊല്യൂട്ട്. സോ W2 എന്ന് പറയുന്നത് 0.3, അതിന്റെ മോളർ മാസ് M2 എന്ന് പറയുന്നത് 60, മോളർ മാസ് എന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത് 60. ദെൻ ഏതാണ് സോൾവെന്റ്? ബെൻസീൻ ആണ് സോൾവെന്റ്. ബെൻസീന്റെ മോളിക്കുലർ മാസ് അല്ല, ബെൻസീന്റെ മാസ് W1 എന്ന് പറയുന്നത് 30. W1 എന്ന് പറയുന്നത് 30. കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ഡിസോസിയേഷൻ ഓഫ് ദി ആസിഡ്. ഇറ്റ് ഫോംസ് എ ഡൈമർ ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിൽ ഡൈമർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. KF ഈസ് ഈക്വൽ ടു 5.12. KF എന്ന് പറയുന്നത് 5.12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പെർസെന്റേജ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കണം. ഐ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. സോ അങ്ങനെയാണ് നമുക്ക് എഴുതാം ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു KF ഇൻറ്റു എം എന്ന് എഴുതാം. അതായത് ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് അപ്പോൺ KF ഇൻറ്റു എം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് W2 ഡിവൈഡ് ബൈ M2 ഡിവൈഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് W1 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് മണ്ടയിൽ പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? W2 into 1000 divided by M2 into W1. M2 into W1. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി എഫ്. ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എത്ര ഡിപ്രഷൻ സംഭവിച്ചിരിക്കുന്നത്? 0.45 ഡിവൈഡ് ബൈ KF-ന്റെ വാല്യൂ എത്രയാ? KF എന്ന് പറയുന്നത് 5.12 തന്നിട്ടുണ്ട്. ഇവിടെ എമ്മിന് പകരം എന്ത് കൊടുക്കാം? W2 into 1000 ഡിവൈഡ് ബൈ M2 W1. W2-ന്റെ വാല്യൂ എത്രയാ? W2 വാല്യൂ 0.3 into 1000 ഡിവൈഡഡ് ബൈ M2 എന്ന് പറയുന്നത് M2 is 60 into W1 എന്ന് പറയുന്നത് 30. ഈ 60 into 30 എന്ത് സംഭവിക്കും? മുകളിൽ പോകും. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.527 എന്ന് കിട്ടും. ഇത് ഡൈമറൈസേഷൻ. ഡൈമറൈസേഷൻ മീൻസ് വാട്ട്? ദേ ആർ അണ്ടർഗോയിങ് അസോസിയേഷൻ. അസോസിയേഷൻ സംഭവിക്കുമ്പോൾ ഐയും ഡിഗ്രി ഓഫ് അസോസിയേഷൻ തമ്മിലുള്ള ബന്ധം I is equal to 1 minus alpha by 2. That is alpha by 2 is equal to 1 minus I. That is nothing but 1 minus 0.527. 1 minus 0.527 nothing but called 0.473. That is alpha equal to 2 into 0.473 nothing but called 0.946. ഇതിനെ പെർസെന്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 94.6%. സോ ആൻസർ എന്ന് പറയുന്നത് 94.6% ആയിരിക്കും. അടുത്ത ചോദ്യം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡിഫൈൻ റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത നെയിം ദ സെമി പെർമിബിൾ മെംബ്രെയിൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രോസസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസിന് ഉപയോഗിക്കാവുന്ന ഒരു എന്താ പറയുക, ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ ഏത് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന സെല്ലുലോസ് അസറ്റേറ്റ് മെംബ്രെയിൻ. വി ക്യാൻ യൂസ് സെല്ലുലോസ് അസറ്റേറ്റ് മെംബ്രെയിൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. വാട്ട് ഡു യു എക്സ്പെക്ട് വെൻ റെഡ് ബ്ലഡ് കോർപസ്കൽസ് ആർ പ്ലേസ്ഡ് ഇൻ 0.5% സോഡിയം ക്ലോറൈഡ്? നമ്മൾ ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യപ്പെടും. കാണും ഇതൊരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. Which one of the following will be having higher osmotic pressure? 1 molar KCl or 1 molar urea? നമുക്കിവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. KCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് K+ഉം Cl- രണ്ട് അയോണായി മാറും. യൂറിയ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ ഓസ്മോട്ടിക് പ്രഷർ കൂടും. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുതൽ എവിടെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൂടുതൽ KCl 2 അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുതൽ KCl, ഓസ്മോട്ടിക് പ്രഷർ കൂടുതലും KCl തന്നെ ആയിരിക്കും. Osmotic pressure എന്തുകൊണ്ടാണ് colligative property ആണ്? Osmotic pressure is a colligative property since it is depending only on the number of solute particle. It is not depending upon their nature or the state. That is why we will be calling it as osmotic pressure as a colligative property. Calculate the elevation boiling point of solution when 3 gram of calcium chloride and solute എന്ന് പറയുന്നത്
സോ W2 എന്ന് പറയുന്ന 3 gram എന്ന് കിട്ടി. അതിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. Therefore M2 equal to 111 was dissolved in 260 gram of water. അതായത് മാസ് ഓഫ് ദ സോൾവെന്റ് W1 എന്ന് പറയുന്നത് 260 എന്ന് കിട്ടി. They are undergoing complete dissociation. KB ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0.52 ആണെന്ന് എഴുതി. ഡിപ്രഷൻ കോൺസ്റ്റന്റ് 0.52 ആണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കാൽസ്യം ക്ലോറൈഡ് കംപ്ലീറ്റ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് കാൽസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ കാൽസ്യം 2+ 2Cl- ഉണ്ടാവും. സോ മൊത്തം 3 പാർട്ടിക്കിൾ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1/2 ഫാക്ടർ I എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ 3, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ ഡിസോസിയേഷൻ 1. സോ 1/2 ഫാക്ടർ എന്ത് കിട്ടി? 3 ആണെന്ന് കിട്ടി. നമുക്കറിയാം എലവേഷൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB is equal to I into KB into M. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്താണ്? 3 ഇൻറ്റു KBയുടെ വാല്യൂ എന്താണ്? 0.52. നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് എമ്മിന്റെ വാല്യൂ? മൊളാലിറ്റി ഈക്വൽ ടു W2/M2. സോ W2/M2 ഇൻറ്റു W1/1000. അപ്പൊ 1000 എന്ത് സംഭവിക്കും? 1000 മണ്ടേ പോകും. സോ സിംപ്ലിഫൈഡ് എന്ത് കിട്ടും? 3 ഇൻറ്റു 0.52 ഇൻറ്റു W2 പകരം 3 ഇൻറ്റു 1000 ആണ് ഡിവൈഡ് ബൈ M2ന്റെ വാല്യൂ എന്ത് വന്നു? M2ന്റെ വാല്യൂ 111 ഇൻറ്റു W1 എന്ന് പറയുന്നത് 260. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഡെൽറ്റ TBയുടെ വാല്യൂ 0.16 കിട്ടും. സോ ഡെൽറ്റ TB എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ TB എന്ന് പറയുന്നത് TB മൈനസ് T0B ആണ്. TB മൈനസ് കാരണം എലവേഷൻ ബോയിലിംഗ് പോയിന്റ് ദാറ്റ് ഈസ് TB is equal to ഡെൽറ്റ TB പ്ലസ് T0B ആണ്. Therefore T0Bയുടെ വാല്യൂ എന്ന് പറയുന്നത് 100 പ്ലസ് 0.16 ദാറ്റ് ഈസ് ഈക്വൽ ടു 100.16 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ഇതിനെ നമുക്ക് കെൽവിനിൽ വേണം എന്ത് ചെയ്താൽ മതി? 100.16നെ 273.15 കൊണ്ട് 273.15 കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കെൽവിനിൽ കിട്ടും. സോ 6 സോ 31 സോ 373.31 എന്ന് കിട്ടും. 373.31 എന്നുള്ള കെൽവിൻ ആയിരിക്കും അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് വൺ, ഇത് സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ നമുക്ക് തന്നിരിക്കുന്ന റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.5 moles ഓഫ് ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ 55 moles ഓഫ് വാട്ടർ. അപ്പോൾ 0.5 moles ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ അതായത് N2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ദെൻ ഡിസോൾവ്ഡ് ഇൻ 55.5 moles ഓഫ് വാട്ടർ. അതായത് സോൾവന്റ് നമ്പർ ഓഫ് മോൾസ് 55.5 ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് X2 എന്ന് പറയുന്നത് N2/N1 plus N2 that is equal to 0.5 divided by 0.5 plus 55.5 that is equal to 56 എന്ന് കിട്ടി. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് X2ന്റെ വാല്യൂ 0.5 by 56 nothing but called 1/112 എന്ന് കിട്ടി. 1/112 എന്ന് കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? ഡെൽറ്റ P1/P1 is equal to X2. See നോക്കിക്കേ, delta P1 upon P1 naught that is equal to X2. X2 എത്രയാ? 1/112. എന്താ 1/1/2? 0.0893. ഇതാണ് നത്തിങ് ബട്ട് കോൾഡ് വാട്ട്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ അത് മാത്രമേ കണ്ടുപിടിക്കാം. വേപ്പർ പ്രഷർ എത്രയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല, റിലേറ്റീവ് ലോവറിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഡൺ. അതല്ല ലോവറിംഗ് എത്രയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളോട് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ് തരും. 1/2 ഫാക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. 1/2 ഫാക്ടർ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇവിടെ ഓക്കെ, ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 25 milligram ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 ഇൻ വാട്ടർ ടു ഗെറ്റ് 2 liter ഓഫ് ദ സൊല്യൂഷൻ. സോ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എത്രയാണ്? 2 liter. 25 milligram ഓഫ് പൊട്ടാസ്യം സൾഫേറ്റ് ഡിസോൾവ് ചെയ്യുന്നു എവിടെ? 25 degree സെൽഷ്യസിൽ. 25 degree സെൽഷ്യസ് നത്തിങ് ബട്ട് കോൾഡ് 298 Kelvin. 25 plus 273 298 Kelvin നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ 25 milligram ആണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ 25 milligram ഡിസോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ദ സോൾവെന്റ് W2 is equal to 25 ഇൻറ്റു ഗ്രാമിലേക്ക് വരണമെങ്കിൽ 25 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ദെൻ പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. പൊട്ടാസ്യം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 174 എന്ന് കിട്ടും. വി നോ ദാറ്റ് ഓസ്മോട്ടിക് പ്രഷർ പൈ ഇസ് ഈക്വൽ ടു N/V ഇൻറ്റു RT ആണ്. N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്. W2/M2 എന്ന് വരും. അപ്പൊ എന്തെഴുതാം? 25 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ M2 എന്ന് പറയുന്നത് 174 ഇൻറ്റു വോളിയത്തിന്റെ വാല്യൂ V എത്രയാണ്? V എന്ന് പറയുന്നത് 2 liter ഇൻറ്റു ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.821 ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298.
ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നത് 0.005. ഇനി ഏത് യൂണിറ്റിലാണ് ഇരിക്കുന്നത്? അറ്റ്മോസ്ഫിയറിൽ. സോ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ തന്നെ ആയിരിക്കും. സോ ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനകത്ത് റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണ്ടത് എന്തൊക്കെയായിരുന്നു? നമ്മൾ റോൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിന്റെ ഗ്രാഫുകൾ, എക്സാമ്പിൾ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ, ഡിഫറെന്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് എന്തൊക്കെ, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഇക്വേഷൻ, വാൻ ഹോഫ് ഫാക്ടർ എന്ത്, അബ്നോർമൽ മോളാർ മാസ് എന്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഡിഫറെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2 വീഡിയോയുടെ കംപ്ലീറ്റ് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.